സർക്കാരിൻ്റെ എല്ലാ സഹകരണങ്ങൾ പ്രതീക്ഷിക്കണം. ജീവനക്കാരെല്ലാം മെഗാ ക്ലീനിങ്ങിലാണ്. കഴിഞ്ഞ ഒരു 16 സ്റ്റേഷനുകൾ അവർ മെഗാ ക്ലീനിങ് നടത്തിയിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ യാത്രക്കാരും മറ്റു എല്ലാവരും. അതായത് ഇത് KSRTCയുടെ ടോയ്ലറ്റിൻ്റെ എൻട്രൻസാണ്. ലയൺസ് ക്ലബ്ബ് കെട്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, എൻട്രൻസാണ്. ടോയ്ലറ്റിൻ്റെ എൻട്രൻസിൽ കക്കൂസ് മൂവലിനെയാണ്. ഇതിൽ ചവിട്ടിയിട്ട് വേണം ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട്. താങ്കളുടെ ഈ എന്താ പറയുക, ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, താങ്കളുടെ KSRTC, താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള KSRTCയുടെ അവസ്ഥയാണ് ഈ കക്കൂസ് മാലിന്യം എന്ന് പറയുന്നത്. ഇതാണ് എൻക്വയറി. ഇതിൻ്റെ കീഴിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെയുള്ള കക്കൂസ് മാലിന്യമാണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് വാട്ടറാണ്. ഇവിടെ സ്മെല്ലില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. ഇത് ഒരു കടയാണ്. ആ കടയുടെ അടിയിലേക്കാണ് വേസ്റ്റ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ് താങ്കൾ ഈ മെഗാ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പുച്ഛിക്കുന്നത്. ഇത് KSRTCയുടെ ബിൽഡിങ്ങാണ്. അതിന് ചുറ്റുമുള്ള ഈ ഒരു അവസ്ഥ ഹെൽത്ത് സ്ക്വാഡിനെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മിനിസ്റ്റർ അറസ്റ്റിലാവും. അമ്മാതിരി അവസ്ഥയാണ് ഇവിടെ മൊത്തം. ഇതേ കണ്ടില്ലേ, എറണാകുളം KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് മൊത്തം. അതായത് ഇതിന് ചുറ്റും ഇത് തന്നെയാണ് അവസ്ഥ. താങ്കളുടെ 16 ജില്ലകളിലെ മെഗാ ക്ലീനിങ് എന്തായാലും ഇവിടെ നടന്നിട്ടില്ല. കണ്ടില്ലേ, മൊത്തം കക്കൂസ് മാലിന്യം. ഇത് വളരെ ഡേഞ്ചറാണ്. ഇതിപ്പോൾ എറണാകുളം സൗത്തിലാണ്. വളരെ ഡേഞ്ചറാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറുകളടക്കം വളരെ മോശപ്പെട്ട വെള്ളത്തിലേക്ക് മാറും. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മൊത്തം കെട്ടിക്കെടുക്കുകയാണ്. അഴുക്ക് വെള്ളം, ചാല്, അതായത് ഈ കക്കൂസ് മാലിന്യം കെട്ടിക്കെടുക്കുകയാണ് KSRTCക്ക് ചുറ്റും. വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ മൂക്ക് പത്താതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. താങ്കൾക്ക് പറ്റുമോ ഈ എറണാകുളം KSRTC ഒന്ന് വിസിറ്റ് ചെയ്യാൻ? അതിനുള്ള ചങ്കൂറ്റമുണ്ടോ ഗണേഷ് കുമാർ? ഒറ്റ കാര്യം പറയുന്നുള്ളൂ, താങ്കളുടെ നേതൃത്വത്തിലുള്ള ഈ KSRTCയിൽ ജനങ്ങൾക്ക് അനുവദനീയമായിട്ട് നല്ല ശുദ്ധവായു ശ്വസിച്ച് നിൽക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ താങ്കൾ പ്രസംഗിക്കുകയാണ് മെഗാ ക്ലീനിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.